Hello everyone, welcome to O3 Maths. It's me Nabil. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ CBSE സ്റ്റുഡൻസിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഈക്വലൻസ് റിലേഷൻസ് ആർ റിലേഷൻസ് ഓൺ ദി സെറ്റ്. ഒരു സെറ്റ് തന്നിട്ടുണ്ട് 1 2 3 കണ്ടെയ്നിങ് 1 2 ആൻഡ് 2 1 ആർ ദർ ഇൻ ഓൾ. ജസ്റ്റിഫൈ യുവർ ആൻസർ. അതായത് നമുക്കിവിടെ ഒരു 1 2 3 എന്നുള്ളൊരു സെറ്റ് ഉണ്ട്. ഇതൊരു ഈക്വലൻസ് റിലേഷൻസ് നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യണം. മാക്സിമം നമുക്ക് എത്ര ഈക്വലൻസ് റിലേഷൻസ് ഈ ഒരു സെറ്റ് ബേസിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പക്ഷേ ഒരു കണ്ടീഷൻ, ആ ഓരോ സെറ്റിലും എന്തുണ്ടായിരിക്കണം, 1 2 2 1 എന്നുള്ള രണ്ട് ഓർഡേഡ് പേർ നിർബന്ധമായിട്ടുണ്ടാവണം. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു സെറ്റ് 1 2 3 ആണ്. അതുപോലെ തന്നെ 1 2 3 മറ്റൊരു സെറ്റും 1 2 3 ആണ്. ഓക്കെ, ഇതിന്റെ മാക്സിമം പോസിബിൾ റിലേഷൻസ് ഏതൊക്കെയാണ് വരിക? നമുക്കിവിടെ മാക്സിമം പോസിബിൾ റിലേഷൻസ് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ഒന്ന് 1 1 വരും അല്ലേ, 1 1 വരും, 2 2 വരും ആൻഡ് 3 3 വരും. ഓക്കെ, ഇനി 1 ആരൊക്കെ വരും? 1 2 വരും, 1 3 വരും. സിമിലർലി 2 1 വരും, 2 3 വരും ആൻഡ് 3 1 വരും, 3 2 വരും. ഓക്കെ, ഇതാണ് മാക്സിമം പോസിബിൾ ഓർഡേഡ് പെയർ ഈ ഒരു സെറ്റിന്റെ ബേസിലുള്ള. ഇതിൽ നമുക്ക് പറഞ്ഞ കണ്ടീഷൻസ് നമ്മളെ കയ്യിലുള്ള 1 2 2 1 ഇതിൽ പോസിബിൾ ആണ്. 1 2 ഉണ്ട്, 2 1 ഉണ്ട്. ഓക്കെ, ഇത് ഒരു ഈക്വലൻസ് റിലേഷൻ ആണ്. നമുക്കറിയാം ഒരു റിലേഷൻ അത് ഈക്വലൻസ് റിലേഷൻ ആവണം എന്നുണ്ടെങ്കിൽ, അതിന് ഈക്വലൻസ് റിലേഷൻ എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അതിൽ ആരൊക്കെ വേണം? അതിൽ ആ ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആവണം, സിമെട്രിക് ആവണം ആൻഡ് ട്രാൻസിറ്റീവ് ആവണം. ക്ലിയർ ആണല്ലോ? റിഫ്ലക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെറ്റിന്റെ ബേസിൽ നമുക്ക് എന്താ പറയാ, 1 1 2 2 3 3 ഈ 3 എലമെന്റ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ A, ബിലോങ്സ് ടു ആർ അല്ലേ, അതാണല്ലോ റിഫ്ലക്സീവിന്റെ ബിലോങ്സ് ടു ആർ. A, ബിലോങ്സ് ടു ആർ റിലേഷനിൽ പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയാം അല്ലേ. ഇനി അത് സിമെട്രിക് ട്രാൻസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ഒക്കെ കണ്ടീഷൻസ് പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ, ഈ മൂന്നും പോസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ഈക്വലൻസ്. അപ്പോൾ ഇതുപോലുള്ള ഒരു ഈക്വലൻസ് റിലേഷൻസോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എത്രത്തോളം ഈക്വലൻസ് റിലേഷൻസ് നമുക്ക് ഇതിന് ജനറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു റിലേഷൻ ഞാൻ ഇവിടെ എഴുതാം. മറ്റൊരു റിലേഷൻ R1 ഈക്വൽ ടു സെറ്റ് 1 1 2 2 3 3. ഈ ആളുകൾ, ഈ മൂന്നാളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് റിഫ്ലക്സീവ് ആവുള്ളൂ. അപ്പോൾ ഈ ഒരു 3 ഓർഡേഡ് പേഴ്സ് നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ 1 2 ആൻഡ് 2 1 ഞാൻ ഇതിനെ മാത്രം ഒന്ന് എഴുതി. ഇനി ഈ ഒരു റിലേഷൻ ഒന്ന് ചെക്ക് ചെയ്യുക, ഇത് റിഫ്ലക്സീവ് ആണോ? ഇത് റിഫ്ലക്സീവ് ആണ്. കാരണം എന്താ? 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഇത് റിഫ്ലക്സീവ് റിലേഷൻ ആണ്. ഇനി ഇത് സിമെട്രിക് ആണോ ആൻഡ് ട്രാൻസിറ്റീവ് ആണോ? ഇവിടെ 1 2 ഉണ്ട്, 2 1 ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് എന്ത് പറയാം? ഇത് സിമെട്രിക് ആണെന്ന് പറയാം അല്ലേ. ഇനി ട്രാൻസിറ്റീവ് അല്ല എന്നുള്ളതിന് നമുക്കിവിടെ പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് പറയാം? ട്രാൻസിറ്റീവ് റിലേഷൻ ആണ് എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? നമ്മളെ കണ്ടീഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഈക്വലൻസ് റിലേഷൻ ആണ്. ഇനി ഇതുപോലെ മറ്റൊരു റിലേഷൻ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുമോ? ഇനി മറ്റൊരു ഈക്വലൻസ് റിലേഷൻ ആയിട്ട് നമുക്ക് ഇതിന്റെ മാക്സിമം പോസിബിൾ എല്ലാ ഓർഡേഡ് പെയർസ് എഴുതിയിട്ടുള്ള ഈ ഒരു സെറ്റ് റിലേഷൻസ് പറഞ്ഞല്ലോ, എല്ലാ ഓർഡേഡ് പെയറും ഉള്ളത്. അപ്പോൾ അതും എന്ത് തന്നെയാണ്? ഈക്വലൻസ് റിലേഷൻ ആണ്. ഇൻ വിച്ച് കണ്ടെയ്ൻ 1 2 ആൻഡ് 2 1 ഓർഡേഡ് പെയർസ് ആൾസോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു ഈക്വലൻസ് റിലേഷൻ ജനറേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഈ R1 എന്ന് എഴുതിയ ഈ ഒരു ഈക്വലൻസ് റിലേഷനിൽ സപ്പോസ് നമ്മളിത് ഇവിടെ 1 3 എന്നുള്ളൊരു ഓർഡേഡ് പെയറിനെ ആഡ് ചെയ്തു. 1 3 എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 1 3 ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആര് വേണം? 3 1 വേണം അല്ലേ. പക്ഷെ അവിടെ 1 3 ഈ 1 3യും ഈ 1 2 കൂടി എന്ത് ചെയ്യും? 1 3 3 1 ഓക്കെ സോറി, ഈ 3 1ഉം ഈ 3 1 ലാസ്റ്റ് എലമെന്റ് 1 ആണല്ലേ. ഈ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു ഓർഡർ പേരാണ് 1 2. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ആര് വേണം? 3 2 ആണ്. പക്ഷേ 3 2 നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. അപ്പോൾ നമുക്ക് ആ 1 3 3 1 മാത്രം ആഡ് ചെയ്തുകൊണ്ട് മറ്റൊരു ഈക്വലൻസ് റിലേഷൻ ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. അവിടെ എന്തുണ്ടാവില്ല? ട്രാൻസിറ്റിവിറ്റി ഉണ്ടാവില്ല. ഓക്കെ, സിമെട്രിക്കും റിഫ്ലക്സീവും മാത്രമായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ മാക്സിമം പോസിബിൾ 2 റിലേഷൻസ് മാത്രമേ, ഓൺലി 2 ഈക്വലൻസ് റിലേഷൻ. സോ വി ഹാവ് ടു ജനറേറ്റ് ഓൺലി 2 ഈക്വലൻസ് റിലേഷൻസ്. ഓക്കെ, 2 ഈക്വലൻസ് റിലേഷൻസ് മാത്രമേ നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. 2 ഈക്വലൻസ് റിലേഷൻസ്.